നിയമസഭയിൽ പാർലമെന്ററി പാർട്ടി നേതാവാകാൻ ബി.ജെ.പിയിലും തർക്കമുണ്ട്. രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണമെന്ന് വി മുരളീധരൻ കേന്ദ്ര നേതാക്കളെ അറിയിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച ചേരും. എം.ടി രമേശ് വിഭാഗത്തിന്റെ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിനാണ്. കെ സുരേന്ദ്രൻ വിഭാഗം വി മുരളീധരനൊപ്പമെന്നും റിപ്പോർട്ടുകളുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, അപ്പോൾ കോൺഗ്രസിനുള്ളിലും അതേപോലെ CPM-നുള്ളിലും അല്ലെങ്കിൽ UDF-നും ഇടതുമുന്നണിക്കും ഇടയിൽ മാത്രമല്ല BJP-ക്കുള്ളിലുമുണ്ട് പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും സേതു, BJP-ക്ക് നിയമസഭയിലേക്ക് 3 പേരാണുള്ളത്. ഈ 3 പേരിൽ 2 പേരാണ് തർക്കം ആരംഭിച്ചിരിക്കുന്നത്. ഒന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. മറ്റൊന്ന് മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിരുന്ന വി മുരളീധരനാണ്. അദ്ദേഹം പറയുന്നത്, വി മുരളീധരൻ കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പാർലമെന്റ് പാർട്ടി നേതാവ് തന്നെയാകണം. കാരണം തനിക്കതിനുള്ള യോഗ്യതയുണ്ട്. താനൊരു മുതിർന്ന നേതാവാണ്. കേരള രാഷ്ട്രീയം തനിക്കാണ് അറിയാവുന്നത്. ChatGPT നോക്കി താൻ മറുപടി പറയേണ്ടി വരില്ല. തനിക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണം. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വി മുരളീധരൻ്റെ വാദം. അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖരാണ് അദ്ദേഹം പറയുന്നത് താനാണ് സംസ്ഥാനത്ത് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. 0-ൽ കിടന്ന BJP-യെ 3 പേരെങ്കിൽ 3 പേർ, അങ്ങനെ ആ വലിയ നേട്ടം തനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. 3 പേരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനം കണ്ട് ആരും പനിക്കേണ്ടതില്ല. അത് തനിക്ക് തന്നെയാണ്, അത് തനിക്ക് തന്നെ ലഭിക്കണമെന്നുള്ളതാണ് അദ്ദേഹം കേന്ദ്ര നേതാക്കളോട് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റ് പുറത്തു നിന്ന 2 വിഭാഗം കൂടി അകത്തേക്ക് കടന്നു. അതൊന്ന് കെ സുരേന്ദ്രൻ വിഭാഗമാണ്, മറ്റൊന്ന് MT രമേശ് വിഭാഗമാണ്. നമുക്കറിയാം, കേരളത്തിലെ BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം 10 നേതാക്കളുണ്ടെങ്കിൽ 10 ഗ്രൂപ്പാണ്. ഇതിൽ MT രമേശ് വിഭാഗത്തിൻ്റെ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചു. കെ സുരേന്ദ്രൻ വിഭാഗം വി മുരളീധരനെ പിന്തുണയ്ക്കുന്നു. എന്തായാലും ഈ വരുന്ന 15-ാം തീയതി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി യോഗം ചേരുകയാണ്. 3 പേര് ചാത്തന്നൂർ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ, ഗോപകുമാർ അടക്കമുള്ള ആളുകൾ, ഗോപകുമാർ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പുതിയൊരാളാണ്, എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവർ 2 പേരും കൂടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായി വരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ 2 നേതാക്കൾ തമ്മിൽ ഇടപെട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്തെ BJP-യുടെ ചുമതല ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന BJP-യാണ് ഈ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റ് സ്വന്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ വിജയമടക്കം 3 സ്വന്തമാക്കിയത്. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒരുപോലെ ഈ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമ്പോൾ കേന്ദ്രം ഇതിൽ കുഴങ്ങുമോ, അതോ ഡയറക്റ്റ് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? സേതു, പൊതുവെ സംസ്ഥാനത്തെ BJP നേതാക്കളുടെ ഈ ഗ്രൂപ്പിസത്തോടെ വലിയ അതൃപ്തി കേന്ദ്ര നേതാക്കൾക്കുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. കാരണം ഈ ഗ്രൂപ്പിസം കൊണ്ട് മാത്രമാണ് പലപ്പോഴും സംസ്ഥാനത്ത് ലഭിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും നഷ്ടമായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഒരു തർക്കം ആരംഭിച്ചിരിക്കുന്നത്. പാർലമെന്ററി പാർട്ടി നേതാവ് ആരാകും? അതായത് ഒരു ഭരണപക്ഷത്തോട് കാര്യം ആവശ്യപ്പെടണമെങ്കിൽ അത് ഈ സംസ്ഥാനത്തിന് രാഷ്ട്രീയം അറിയുന്ന ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ഇതാണ് വി മുരളീധരൻ പറയുന്നത്. മാത്രമല്ല, ഒരു നേതാവിന് ഒരു പദവി അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് വി മുരളീധരൻ്റെ ആവശ്യം. എന്തായാലും MT രമേശ് പക്ഷം പറയുന്നതാവട്ടെ, രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഒരു നേട്ടം സംസ്ഥാനത്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ആക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നേതാക്കൾ എല്ലാവരും തമ്മിലുള്ള അടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ഓക്കെ, ശരി സഹിൻ.